ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സ് 17. മതി. ഇസ്രായേൽ ജനത്തിന് യാത്രയുടെ ഒരു ചരിത്രമാണ് ദൈവഭൃത്യനായ മോശ ഇവിടെ എഴുതുവാൻ ആരംഭിക്കുന്നത്. നീണ്ട 430-ൽ പരം വർഷങ്ങൾ മിസ്രൈമിൽ പാർത്ത ദൈവജനം, മിസ്രൈമിൽ നിന്നുള്ള അവരുടെ യാത്രയുടെ ആരംഭം മുതൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും പരിപാലനവും ഈ ജനത്തിന് മേലുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തു വരുന്ന ജനത്തിന്റെ ചരിത്രം, യാത്രാ ചരിത്രമാണ് 13-ാമത്തെ അധ്യായം. അത് ദൈവത്തിന് ഭൃത്യനായ മോശ വിശദീകരിക്കാൻ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രിയിലെ ഈ ധ്യാനം 13-ാമത്തെ അധ്യായവും 14-ാമത്തെ അധ്യായവും 15-ാമത്തെ അധ്യായവും ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള 3 ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവെക്കുവാനാണ് കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ. 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത, there is a detour, വഴിതിരിച്ചു വിടുന്ന ദൈവത്തിന്റെ പദ്ധതി. 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് there is a dead end, എവിടേക്ക് പോകണമെന്നറിയാതെ അവരെത്തി നിൽക്കുന്ന ഒരു ഡെഡ് എൻഡ്. അതാണ് 14-ാം അധ്യായത്തിൽ. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, there is a dry hole, എന്ന് വെച്ചാൽ വെള്ളം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് ഈ ജനം എത്തുകയാണ്. ഈ 3 അധ്യായങ്ങളിലായി 3 പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഇസ്രായേൽ ജനം ഫേസ് ചെയ്യും. അതിന് എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ഇന്ന് രാത്രി അത് മാത്രമൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഈ 3 പ്രത്യേകമായ അനുഭവത്തിലുള്ള ദൈവ പദ്ധതി എന്താ? ദൈവ പദ്ധതി എന്താ? ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സകല ദൈവമക്കളും നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തെ പിൻപറ്റണമെന്നതാണ്. ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ദൈവമക്കളാണ് നമ്മൾ. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ഈ വഴിയാത്രയിൽ പല സമയത്തും ദൈവ വഴികൾ തിരിച്ചുവിടുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ യാത്ര ആരംഭിച്ചതിലൂടെ, നമ്മൾ ചാർട്ട് ചെയ്ത യാത്രാ മേഖലയിലൂടെ ഒന്നും ഒരുപക്ഷെ ദൈവം നമ്മെ നയിച്ചു കൊണ്ട് പോകണമെന്ന് നിർബന്ധമില്ല. ദൈവം വഴി തിരിച്ചു വിടുന്ന സന്ദർഭങ്ങളൊക്കെയുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അത് സന്തോഷഭരിതമായ ഒരവസ്ഥയായിരിക്കും. നമ്മൾ 1-ാമത്തെ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 13-ാം അധ്യായം 17-18 വാക്യത്തിൽ the discipline of detour, എന്തുകൊണ്ട് ദൈവം നമ്മെ വഴിതിരിച്ചു വിടുന്നു എന്ന ഒരു ചിന്ത നമ്മൾ വായിക്കുകയാണ്. 17-ാം വാക്യം നമ്മൾ കുറിവാക്യമായി വായിച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യാനാണ്. അവരുടെ പിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്ത, വാഗ്ദത്തം ചെയ്തു കൊടുത്ത ഏറ്റവും അതിമനോഹരമായ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുകയാണ്. ദൈവത്തിന് അവരെ കൊണ്ടുപോകാനുള്ള എല്ലാ പ്രാപ്തിയും ഉള്ളത് കൊണ്ടാണ് മിസ്രൈം ദേശത്ത് നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾ മറക്കരുത്. അവർക്ക് പോകാൻ കഴിയുന്ന വളരെ ഹ്രസ്വമായ ഒരു യാത്രാമാർഗമുണ്ട്. എത്രയും പെട്ടെന്ന് അവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവരുടെ പിതാക്കന്മാരുടെ അവകാശ നാടായ കനാൻ നാട്ടിൽ എത്തിച്ചേരാൻ എല്ലാ സാധ്യതകളും അവരുടെ മുമ്പിലുണ്ട്. There is a short way, ഒരു ചെറിയ വഴിയുണ്ട്. പക്ഷെ ദൈവം തീരുമാനിച്ചു അവരെ ആ വഴിക്ക് വിടണ്ട, അവരെ ആ വഴിക്ക് വിടരുത്. അതിനുള്ള റീസൺ നമ്മൾ ഇവിടെ വായിക്കുന്നു. ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. എന്ന കാരണം,
ജനയുദ്ധം കണ്ടിട്ട് പേടിച്ച് അവര് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ പിന്നാലെ പോരുന്ന ഈ ദൈവജനം, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ മഹനീയമായ പദ്ധതി, തലമുറകൾക്ക് ദൈവം കൈമാറിക്കൊടുത്ത ദൈവത്തിന്റെ മനോഹരമായ വഴികൾ, ഇതൊക്കെ ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ആ വഴിയെ അവരെ കൊണ്ടുപോകരുത്. വഴിയെ കൊണ്ടുപോയില്ല. ഫെലിസ്ത്യന്മാരുടെ നാടിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഫെലിസ്ത്യർ യുദ്ധം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇസ്രായേൽ ജനം ഇന്നുവരെ അവരെ കണ്ടിട്ടില്ല, അവരുമായി എതിരിട്ടിട്ടില്ല, യുദ്ധം നടത്തിയിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു ഫെലിസ്ത്യരുമായി ഏറ്റുമുട്ടാൻ അവര് റെഡിയല്ലെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം വഴി തിരിച്ചു വിടുകയാണ്. ദൈവം വഴി തിരിച്ചു വിട്ടു. കാരണം ഈ ജനം റെഡി അല്ലെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. ചില സമയത്ത് ദൈവം വഴി തിരിച്ചു വിടുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ പ്രതിസന്ധികൾ നമ്മുടെ നേരെ വരുമ്പോൾ അതിനെ മറികടക്കാൻ ഞാനും നിങ്ങളും റെഡി അല്ലെന്ന് നമ്മൾക്ക് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ ഈ സത്യം മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കാനുണ്ട്. എന്ത് കർത്താവേ, ഞാൻ വരച്ചു തന്ന വഴിയിലൂടെയും ഞാൻ വെച്ച മാപ്പിലൂടെയും എന്നെ കൊണ്ടുപോകാത്തത്? എനിക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ജീവിതത്തിന്റെ നല്ല വഴിത്താരകൾ എന്റെ മുൻപിലുണ്ടല്ലോ, പിന്നെന്തുകൊണ്ട് എന്നെ ആ വഴിയിലൂടെ വിട്ടില്ല? തീർച്ചയായും ന്യായമായും ദൈവത്തോട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ദൈവം അതിനെ വിട്ടില്ല. ഒറ്റ ഉത്തരമേ ഉള്ളൂ, യു ആർ നോട്ട് യെറ്റ് റെഡി. നമ്മൾ റെഡി ആയിട്ടില്ലെന്ന്. ഇത് രാത്രി ഫെലിസ്ത്യരുമായൊരു യുദ്ധത്തിന് ഇസ്രായേൽ റെഡി അല്ലെന്ന് ദൈവം മനസ്സിലാക്കി അവരെ വഴിതിരിച്ചു വിടുകയാണ്. നമ്മെ ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാത്മിക പോരാട്ടത്തിന്, യുദ്ധത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കളെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടും വാഴ്ചകളും, ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും കൂടെയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മളിത് തിരിച്ചറിയണം. നമ്മൾ യുദ്ധം കണ്ടിട്ട് മടങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ചില സമയത്ത് ദൈവം അങ്ങ് വഴിതിരിച്ചു വിടും. സ്തോത്രം. നമ്മൾ റെഡിയാണെന്നുള്ള ചോദ്യം ഈ രാത്രി എന്ന് റെഡി അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. വഴി തിരിച്ചു വിടുമ്പോൾ അറിയണം, ഒരു തൽക്കാലത്തേക്ക് മാത്രം ദൈവം വഴി തിരിച്ചു വിട്ടതാ. ഇങ്ങനെ വഴി തിരിച്ചു വിട്ടാലും എന്നെ വീണ്ടും മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിയുടെ വഴിത്താരയിലൂടെ എന്നെ നയിച്ചു കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം എല്ലാ കാലത്തും എന്റെ മേലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി സകല ദൈവമക്കളും തിരിച്ചറിയണം. അവൻ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മെ വഴി തിരിച്ചൊന്നു വിട്ടതാ. ദൈവത്തിന് സ്തോത്രം. വഴി തിരിച്ചു വിട്ടു. ഇസ്രായേലിനും മനസ്സിലായില്ല എന്നാ സംഭവിക്കുന്നത്. അവര് പറയുന്നത്, അവര് ചിന്തിക്കുന്ന കാര്യം, there is a short way. എന്താ ഞങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് എടുത്ത, ഞങ്ങൾക്ക് എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഈ മരുഭൂമിയിലൂടെ ചുറ്റും നടക്കണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ലല്ലോ. വളരെ എളുപ്പമുള്ളൊരു വഴിയില്ലേ? എന്താ ദൈവമേ ഞങ്ങളെ ആ വഴിക്ക് നീ വിടാത്തത്? ന്യായമായി ചോദിക്കേണ്ട ചോദ്യ. എന്താ ഞങ്ങളെ ആ വഴിക്ക് വിടാത്തത്? ഒറ്റ കാര്യം, ഇവര് കാണാത്തത് ദൈവം നേരത്തെ കണ്ടെന്നാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫെലിസ്ത്യരെ അവരുടെ നടുവിലൂടെ പോയാൽ അവര് യുദ്ധം കണ്ടു മടങ്ങിപ്പോകും. അതാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ആ വഴിക്ക് വിടുന്നില്ല. ഞാൻ അതിനകത്തെ ഒരു ആത്മികത കൈമാറാൻ ഞാനത് പറയുന്നത്. ഫെലിസ്ത്യർ യുദ്ധസന്നദ്ധരാണ്, കഴിവുള്ളവരാണ്, അവർ യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. ഇസ്രായേൽ ജനത്തോട് പോരാടുമെന്നും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. പക്ഷെ ഇസ്രായേൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇസ്രായേൽ ഇത് കാണുന്നതിന് മുന്നമേ
ഇതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം നേരത്തെ കണ്ടിട്ട് പറയുക, നിങ്ങൾക്ക് പലതും മനസ്സിലാവില്ല. നീ ചോദിക്കുന്നത് എന്നെ ഈ ഷോർട്ട് കട്ടിലൂടെ, എളുപ്പമുള്ള വഴിയിലൂടെ വിടണമെന്ന് പറഞ്ഞാൽ ഞാനതിലെ വിടാത്തതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. നീ കാണാത്തത് പലതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ എവിടെ വീഴുമെന്ന് നിനക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ലതുപോലെ അറിയാം. നീ തളരുന്നത് എവിടെയാണെന്ന് നിനക്കറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ദൈവം പറയാം, നീ കാണാത്തത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇന്ന് രാത്രി നമ്മൾ പലതും കാണുന്നില്ല, തിരിച്ചറിയുന്നില്ല, നമ്മൾ പലതും മനസ്സിലാക്കുന്നില്ല. ചില സമയത്തൊക്കെ ദൈവം വഴി മാറ്റി അങ്ങ് വിടുമ്പോൾ നാം കാണാത്തത് പലതും നമ്മെ കുറിച്ച് ദൈവം കാണുന്നത് കൊണ്ടല്ലേ. വഴിയിൽ പതിയിരിക്കുന്ന പ്രതിസന്ധികളും നമ്മെ തകർത്തെറിയാൻ കാത്തിരിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങളും പൈശാചിക പോരുകളെല്ലാം സ്വർഗത്തിലെ ദൈവം കാണുന്നത് കൊണ്ട് ദൈവം വഴി തിരിച്ചു വിട്ടിട്ട് പറയുക, ഈ നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാനത് കാണുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം തന്നെയാ, നാം പോകാൻ ആഗ്രഹിച്ച വഴിയിലൂടെ ദൈവം നമ്മെ കടത്തി വിടാതെ വഴി തിരിച്ചു വിട്ട് നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതെ, നമ്മുടെ ശരീരം തളർന്നു വീഴാതെ, ശത്രുവിന്റെ ആരവത്തിന് മുമ്പിൽ പകച്ചു വീഴാൻ ഇടവരാതെ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കരുതലിനും സ്നേഹത്തിനുമായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ കാണാത്തത് എന്റെ ദൈവം കണ്ടു എന്നതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ കാണാത്തത് വളരെ മനോഹരമായി അറിഞ്ഞിട്ട് നമ്മെ ദൈവം പരിപാലിക്കുക. അപ്പൊ ദൈവത്തിന് അറിയാം, വി ആർ നോട്ട് യെറ്റ് റെഡി. നമ്മൾ റെഡിയാണെന്നില്ലെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് he wanted to make sure that we are ready. മോശയെ ദൈവം വിളിച്ചപ്പോ മോശയെ 40 വർഷം മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം പഠിപ്പിച്ചു. ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് 40 വർഷത്തെ പരിശീലനം. എന്താ ഈ 40 വർഷത്തെ പരിശീലനം? ആടുകളെ മേയിക്കാൻ ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി ഇട്ടതിന് ഒറ്റ കാര്യമുള്ളൂ, മോശ റെഡി അല്ലായിരുന്നു. ഇവനാകെ അറിയുന്ന ഒരു കാര്യം, മിസ്രയീം രാജ്യത്ത് പാർത്തപ്പോൾ അവൻ അവിടുത്തെ വിദ്യ അഭ്യസിച്ചവനാ, എല്ലാം പഠിച്ചവനാ. വേണ്ടി വന്ന തല്ലാനും കൊല്ലാനും മോശയ്ക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇതുവരെ റെഡിയല്ല. ദൈവം പറഞ്ഞു, മോശേ നീ റെഡി ആയിട്ടില്ല. നീ റെഡിയാവണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ മരുഭൂമിയിലേക്ക് ഇട്ടേ പറ്റൂ. അതുകൊണ്ട് മോശയെ ദൈവം മരുഭൂമിയിലേക്ക് അങ്ങ് പറഞ്ഞു വിടുക. ഞാൻ ഈ രാത്രി ദൈവമക്കളൊരു സന്ദേശം പറയാനാ. ശൗല് യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അവനെ ഓടിച്ചു വിട്ട് ഒരു ശുശ്രൂഷകനാക്കി ദൈവം മാറ്റിയില്ല. അറബ് ദേശത്തേക്ക് അവനെ വിട്ട് ഏതാണ്ട് 14 വർഷം ദൈവം അവനെ കൊണ്ട് പണിതെടുത്തു. പക്ഷെ അത് വെറുതെ ആയില്ല. അവരവിടെ ഇന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവിടെ ഇരിക്കുമ്പോഴാ, പ്രാർത്ഥനയും ധ്യാനവുമായിരിക്കുമ്പോ അവൻ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറുകയാ. നീ എന്ന് റെഡിയാകണമെന്ന് ദൈവത്തിനറിയാം. നിന്നെ എങ്ങനെ പ്രാപ്തനാക്കണമെന്ന് ദൈവത്തിനറിയാം. നിന്നെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് നിന്റെ ഉടയവൻ അറിയാം. അവൻ പരിശീലനത്തിന് പറഞ്ഞു വിട്ടാൽ ആ വഴികളിലെ കുറവുകൾ തീർത്ത് നിന്നെ മാനിച്ചെടുക്കാൻ, നിന്നെ ഒന്ന് ചെത്തിയെടുക്കാനും എന്റെ കർത്താവിന് കഴിയുമെന്ന് ഓർത്തോളണം. ദൈവം വഴി തിരിച്ചു വിട്ടെന്ന്. കർത്താവ് എത്ര സന്ദർഭങ്ങൾ നമ്മയൊക്കെ അങ്ങനെ വഴി തിരിച്ചു വിട്ടെന്നറിയാവോ? ദൈവം അങ്ങനെയൊക്കെ വഴി തിരിച്ചു വിട്ടതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോ അതിന് താഴെ പറയുന്ന 1-2 പദമുണ്ട്. 21-ാമത്തെ വാക്യം മുതൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യം ഇത്. ദൈവം വഴി തിരിച്ചു വിട്ടാലും ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമുണ്ട്. വഴി കാണിക്കാൻ
പകല് മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവരുടെ മുമ്പാകെ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി അത് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം. വഴി തിരിച്ചു വിട്ടാലും അവൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിന്നെ വഴി മാറ്റി വിട്ടാലും അവൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ഒരു നാട് കൈവിടില്ലെന്ന് പറഞ്ഞവൻ, ഞാൻ നിന്നെ ഒരു നാട് ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞവൻ വഴി മാറ്റി വിട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി സങ്കടപ്പെടണ്ട. പകൽ മേഘസ്തംഭത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, രാത്രി അഗ്നിസ്തംഭത്തിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരൊറ്റ കാരണമാണ്, അവൻ നിന്നെ കൊണ്ടുപോകുന്നത് അവന്റെ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഴിതിരിച്ചു വിട്ടതോർത്ത് ഇന്ന് രാത്രി സങ്കടപ്പെടണ്ട. വഴിതിരിച്ചു വിട്ടതിനും ദൈവത്തിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിച്ച വഴിയിലൂടെ ഒന്നും ദൈവം വിടാഞ്ഞത് കൊണ്ട് കർത്താവിന് സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഞാൻ സ്വപ്നം കണ്ട പലതും എനിക്ക് ലഭിക്കാതെ എൻ്റെ ആഗ്രഹത്തിന് അപ്പുറത്തിനെ നടത്തിക്കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന്റെ കരുതലിനായി നന്ദി എന്ന് പറയാൻ മനസ്സ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവർ വഴിതിരിച്ചു വിട്ടതിനായി എൻ്റെ ദൈവത്തിന് നന്ദി. ചോദിച്ചതിനേക്കാളും നിരച്ചതിനേക്കാളും അത്യന്തം പരമായി എന്നെ മാനിച്ച എൻ്റെ ദൈവത്തിന്റെ കരുതലിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അവൻ വഴിതിരിച്ചു വിട്ടത് നമ്മെ നശിപ്പിച്ചു കളയാനല്ല, അവൻ വഴിതിരിച്ചു വിട്ടത് അവന്റെ പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കേണ്ടതിനാണ് എന്ന് രാത്രി നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ നമ്പർ 1, there is a detour. കർത്താവ് തന്നിരിക്കുന്ന ഈ ഡീറ്റൂർ ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇന്ന് രാത്രി ഒരുപക്ഷെ ജീവിതത്തിൽ പല അവസരങ്ങളും പല സാഹചര്യങ്ങളും എന്തുകൊണ്ട് എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. പലതും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ജനത്തിന് പോലും ഒത്തിരി കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. They couldn't understand. They did not understand. അവർക്ക് മനസ്സിലായില്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാൻ പ്രിയപ്പെട്ടവരെ. അവന് തെറ്റുപറ്റില്ലല്ലോ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോഴും ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എന്താ കർത്താവേ എന്നൊക്കെ ചോദിച്ച് ദൈവത്തോട് അയ്യം വിളിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. ഈ രാത്രി ഞാൻ ഈ ദൂത് കൈമാറട്ടെ. അവൻ വെറുതെ നിന്നെ കൊണ്ടുപോകുന്നതല്ല. ജീവിതത്തിലെ അനുഭവങ്ങൾ മരുഭൂമിയാണെങ്കിലും, ജീവിതത്തിലെ അനുഭവങ്ങൾ തീച്ചൂളയാണെങ്കിലും, ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരു യോർദാൻ സമമാണെങ്കിലും ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, എന്റെ ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. അവന് തെറ്റുപറ്റിയിട്ടില്ല. അവൻ അറിയാതൊന്നും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വഴി തുറക്കുന്നവൻ ദൈവമാണ്, വഴി അടയ്ക്കുന്നവൻ ദൈവമാണ്, വഴി തിരിച്ചുവിടുന്നവൻ ദൈവമാണ്. അവൻ അറിയാം എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അവന്റെ വഴി തികവുള്ള വഴിയാണെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കുമ്പോ ദൈവത്തിന്റെ വഴികളൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുക. എനിക്കറിയാം ഒരുപാട് അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പല പ്രിയപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ആയുസ്സിൽ എനിക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആഗ്രഹിച്ചതിലൂടെ എൻ്റെ ദൈവം നടത്തിയില്ല. എൻ്റെ വഴികൾ എനിക്ക് മെച്ചമായിട്ട് തോന്നിയെങ്കിലും അതിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയില്ല. അവൻ അതാത് സമയങ്ങളിൽ അവൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ ചില വഴികൾ അവൻ തിരിച്ചു വിട്ടു, ചില റോഡുകൾ അവനൊന്ന് മാറ്റി വരച്ചു, അവനെ മാപ്പി ഒന്ന് തിരുത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക. ഇന്ന് രാത്രി എടുത്തു ചാടിയ ദൈവമക്കൾക്ക് പറയാൻ കഴിയുന്നത്, ഞാൻ വിശ്വസിച്ചൊരു ദൈവമുണ്ട്, അവൻ എന്നെ കരുതി നടത്തി. ഇന്ന് രാത്രി ആലയത്തിൽ ഇരിക്കുമ്പോഴും എന്റെ ആവേശമത് അവൻ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അപ്പൊ ദൈവം ഇസ്രായേൽ ജനത്തെ വഴിതിരിച്ചു വിട്ടു. That was for a reason. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8 മുതലുള്ള വാക്യത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായം 8-ാം വാക്യം മുതൽ.
നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, there is a dead end. എവിടേക്ക് പോകണമെന്ന് അറിയില്ല. 14-ാം അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾ പാളയമിറങ്ങണം. എവിടെയാ പാളയമിറങ്ങണ്ടേ? മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രയേൽ മക്കളോട് പറക. ദൈവം പറഞ്ഞ നിങ്ങൾ പോയി പാളയമിറങ്ങണം. അവരിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. അവരുടെ യാത്രാ മാർഗം എത്രയും പെട്ടെന്ന് കനാൻ നാട്ടിൽ എത്തണമെന്നുള്ളതാണ്. പക്ഷെ പോരുന്ന വഴിയും ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നിങ്ങൾ പാളയമിറങ്ങണം. ആ പാളയമിറങ്ങുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൂടെ നിങ്ങൾ അറിയണം. രണ്ട് ഭാഗത്തും മലയാണ്. ഒരു ഭാഗത്തേക്ക് പോകാൻ അവർക്ക് സാധ്യമല്ല. രണ്ട് ഭാഗത്തും ഓരോ വലിയ മലനിരകൾ നിൽക്കുന്നു. പിൻപിലേക്ക് പോകാനും വഴിയില്ല. കാരണം പിൻപിൽ ഓടി വരുന്ന ഫറവോന്റെ സൈന്യം, ഒരു വലിയ ശത്രു അവരെ പിന്തുടർന്ന് പിടിക്കാൻ വേണ്ടി വരികയാണ്. ഇവരെ സംബന്ധിച്ച് മുന്നിലേക്ക് പോകാനും പറ്റില്ല. ഒരു വലിയ കടൽ അവരെ നോക്കി നിൽക്കുക. ഇവരൊരു ബോക്സിൽ പെട്ട ഒരു അവസ്ഥയാ. സ്തോത്രം. എവിടേക്ക് പോകാനാ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വാക്യം കൂടെ വായിക്കണം. 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഇത് കണ്ടോണ്ട് അവർക്ക് അങ്ങോട്ടോ വശത്തോട്ടോ എവിടേക്കും പോകാൻ പറ്റില്ല. ഇത് കണ്ടോണ്ട് മിസ്രീൻ ജനം പറയുന്നത് എന്നാന്നറിയാമോ? അവര് ദേശത്തുഴലുന്നു. ആര്? ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ജനം ദേശത്തുഴലുന്നു എന്ന് മിസ്രീൻ ജനം പറയുകയാ. പിന്നെ അവര് നോക്കിയിട്ട് പറയാ, ഇവര് കുടുങ്ങിക്കിടക്കുക. എനിക്കത് വായിക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാം. ദൈവം പറഞ്ഞു പാളയിറങ്ങാൻ. മിസ്രൈമിന് പറയുന്നത് എന്നാണെന്നറിയാമോ? അവര് കുടുങ്ങി കിടക്കുക. ഇതാ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം എന്ന് പറയുന്നേ. നീ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോ ഒരു കാര്യം എപ്പോഴും ഓർത്തോളണം. ദൈവം ചില ഡെഡ് എൻഡിലേക്ക് കൊണ്ടെത്തിക്കുമ്പോ ആളുകൾ കണ്ടിട്ട് പറയും, ഇനി അവൻ തലപൊക്കില്ല, അവൻ ഇവിടെ കുടുങ്ങി കിടക്കുകയാണെന്ന് പറയുമ്പോ നീ ഉയരത്തിലേക്ക് നോക്കണം. എന്നറിയാമോ? അവനല്ലേ പറഞ്ഞത് നീ പാളയമിറങ്ങണമെന്ന്? അവനല്ലേ പറഞ്ഞത് എന്റെ പിന്നാലെ വരാ? അങ്ങനെ പറഞ്ഞ ദൈവം ഈ പാളയമിറങ്ങിയ ഇസ്രായേൽ ജനത്തെ കൈവിടുമെന്നാണോ ചിന്തിക്കുന്നത്? അവര് പറഞ്ഞു ഇവര് കുടുങ്ങി കിടക്കുക, രക്ഷപ്പെടില്ല. ഇനി മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ കൊണ്ട് പറ്റില്ല എന്ന ഇവരുടെ ചിന്ത. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ചിന്തയതാ. കാരണം അതുകൊണ്ട് മോശയ്ക്ക് വിരോധമായി അവര് സംസാരിക്കാൻ പോലും ആരംഭിച്ചത്. ജനത്തെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്നെ സംഭവിക്കുന്ന അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ആകെ മോശയോട് പറഞ്ഞു, മോശ നീ ഇവിടെ പാളയിറങ്ങ്. ഇവർ ഉയരത്തിലേക്ക് നോക്കിയാൽ ഇവർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടുന്നില്ല. എന്താ വഴിയൊന്നും അവർക്ക് അറിയില്ല. ഒറ്റ കാര്യം, ഡെഡ് എൻഡിൽ വന്ന് നിൽക്കുക. ദേ ആർ ഇൻ എ ഡെഡ് എൻഡ്. എങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ട ഒരു വഴിയില്ല. ആരുടെ മുമ്പിൽ ചെന്ന് കെഞ്ചണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരെത്തി നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ഇനി മുന്നോട്ടൊരു വഴിയില്ല. ഇന്ന് രാത്രി അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഡെഡ് എൻഡിലാണെന്നൊരു ചിന്ത ഇന്ന് രാത്രി നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ അറിയണം, ഈ ഡെഡ് എൻഡിൽ നിന്നെ എത്തിച്ചത് സ്വർഗത്തിൻ്റെ കരമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴി തുറക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ശത്രു നിന്നെ എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞാലും അവൻ്റെ വാള് നിനക്കെതിരെ ഊരാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു വിശാല വഴി ഒരുക്കാൻ ഇന്ന് രാത്രിയും അധികാരമുള്ളവനാ എൻ്റെ കർത്താവെന്ന് തിരിച്ചറിയണം. അവൻ നിനക്കെതിരെ ഒരു വാളോങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മിര്യാമിന്റെ പാട്ടിൽ പറയുന്ന ഒരു മനോഹരമായ വാചകമുണ്ട്. എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുത്തിയ ഒരു വാചകം. അതിന്റെ 9-ാമത്തെ വാക്യമാണ്. ഞാൻ പിന്തുടരും. ശത്രു പറയുന്നേ,
ശത്രു പറഞ്ഞോണ്ട് വരുന്നത് എങ്ങനെയാ? ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും. എന്റെ ആശ ഞാൻ അവരെ കൊല്ലുമെന്ന് തന്നെയാ. പിന്നെ ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും. പിന്നെ ശത്രു പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞോണ്ടാ ഇസ്രായേൽ ജനത്തെ പിടിക്കാൻ വേണ്ടി വരുന്നത്. പാവം ദൈവജനം ഇപ്പോ ഒരു ബോക്സിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുക. അപ്പൊ പിന്നാലെ വരുന്ന ശത്രു പറയുകയാണ്, ഞാൻ നിഗ്രഹിക്കും, ഞാൻ പിടിക്കും, എന്റെ ആശ അവരാൽ പൂർണ്ണമാകും, ഞാൻ എന്റെ വാളൂരും, ഞാൻ അവരെ നിഗ്രഹിക്കും. ഡെഡ് എൻഡ് കിടക്കുന്ന ദൈവജനത്തിനെതിരെ ശത്രു പറഞ്ഞുകൊണ്ട് വരുന്ന വാക്കുകളാ. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം, ശത്രു അവര് വാളൂരാൻ, ഇസ്രയേലിനെതിരെ വാളൂരാൻ ദൈവം അനുവദിച്ചില്ല. എന്താ ഈ ഡെഡ് എൻഡ് ദൈവം കൊണ്ടെത്തിച്ചേ? ഞാൻ അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇനി 2-3 കാര്യങ്ങൾ ശത്രു പിന്നാലെ വരുന്ന മിസ്രയീമിന്റെ സൈന്യം ഇതൊക്കെ പറഞ്ഞെങ്കിലും മോശയോട് ദൈവം പറയുന്ന 2-3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ. അതിന് മോശ ജനത്തോട്, പിൻപിൽ വരുന്ന മിസ്രയീം സൈന്യം ഇത് മുഴുവൻ പറഞ്ഞോണ്ട് വരുമ്പോ, ഞങ്ങൾ പിടിക്കും, നിഗ്രഹിക്കും, കൊല്ലും, വാളൂരും, ഞങ്ങൾ നിഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് വരുമ്പോ ദൈവം മോശയിലൂടെ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടണ്ട. ഇന്ന് രാത്രി ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അരുളപ്പാടും അത് തന്നെയാ. ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇന്ന് രാത്രി പല വഴികൾ അന്വേഷിച്ചിട്ടും നടന്നില്ലെങ്കിൽ, പലയിടത്തും പോയി മുട്ടിയിട്ടും ഈ രാത്രി ആ വാതിൽ തുറന്നില്ലെങ്കിൽ, പലരുടെയും മുഖത്ത് നോക്കി കെഞ്ചിയിട്ടും ഒരാശ്വാസത്തിന്റെ വാക്ക് ലഭിച്ചില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. നിന്റെ ഡെഡ് എൻഡിൽ നീ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇന്ന് രാത്രി ഭയപ്പെടണ്ടെന്ന് പറയാൻ എന്റെ കർത്താവിന് കഴിയുന്നതിന്റെ കാരണം ഇവിടെയും ദൈവത്തിന് ചെയ്തു തീർക്കാൻ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട്. 1, ഭയപ്പെടണ്ട. 2, ഉറച്ചു നിൽപ്പീൻ. എന്താ ഉറച്ചു നിൽപ്പീൻ? 46-ാം സങ്കീർത്തനം വായിക്കുമ്പോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. 46-ാം സങ്കീർത്തനം വായിക്കുമ്പോ ദൈവത്തിന്റെ ദാസൻ പാടുന്ന ആ പാട്ടിൽ മനോഹരമായൊരു വാക്യം അതിന്റെ ഒടുവിൽ ഇങ്ങനെയുണ്ട്. അതിങ്ങനെയാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, മിണ്ടാതിരുന്ന് നിന്റെ ഡെഡ് എൻഡിൽ എത്തി നിൽക്കുമ്പോ ഒരു വഴിയും ഇനി തുറക്കപ്പെടില്ലെന്ന് ആളുകൾ മുഴുവൻ അടക്കം പറയുമ്പോ, ഇവിടെ നീ കുടുങ്ങിക്കിടക്കുന്നെന്ന് ശത്രു നിന്നെ കുറിച്ച് പറയുമ്പോ, ഈ മരുഭൂമിയിൽ അവന് ഉഴലുന്നു എന്ന് മിസ്രയീം ജനം മുഴുവനും പറയുമ്പോ, ദൈവത്തിന്റെ ദാസന്മാരോട് സ്വർഗത്തിന്റെ വാക്കിങ്ങനെയാ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കിത് പരാതി പറയാൻ കാരണങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളെ പരാതി പറയാൻ, പദം പറഞ്ഞ ദൈവത്തോട് പറയാനൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ രാത്രി നമ്മോട് ആവശ്യപ്പെടുന്ന ലളിതമായ കാര്യം, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിന്നെ മിസ്രയീം ജനത്തെ ഇറക്കി കൊണ്ടുവരാൻ എന്റെ അധികാരത്തിന് കഴിഞ്ഞെങ്കിൽ, നിന്നെ കൊണ്ടുവന്ന വഴിത്താരയിൽ ഇതുവരെ കാക്കാൻ എന്റെ കരത്തിന് കഴിഞ്ഞെങ്കിൽ, ഇനിയുള്ള വഴിത്താരയിലും നീ വീഴാതെ നിൽക്കേണ്ടതിന്, ശത്രുവിന്റെ വാള് നിനക്കെതിരെ ഓങ്ങാൻ അനുവദിക്കാതെ നിന്നെ അക്കരെ എത്തിക്കാൻ കഴിയേണ്ടതിന് എന്റെ കരത്തിന് കഴിയില്ലെന്ന് എന്തേ നീ ചിന്തിക്കുന്നത്? ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പീൻ. ദൈവം ഒരുക്കുന്ന രക്ഷ. 3, ദൈവം ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഒന്നും കാണാത്ത സമയത്ത് ദൈവം പറയുന്ന കണ്ടോളണം. You are going to see something miraculous. ഇതുവരെ കാണാത്ത ചിലത് നീ കാണുമെന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ രക്ഷ കണ്ടുകൊള്ളുവീൻ. നീ ഇതുവരെ കാണാത്തത് നിന്റെ കണ്ണുകൊണ്ട് കാണും. Open your eyes. നിന്റെ കണ്ണു തുറക്ക്. ദൈവത്തിന്റെ രക്ഷ കണ്ടോ? രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് ദൈവം അവരോട് പറയുന്നത്. You are going to see something miraculous, something wonderful.
ദൈവത്തിന്റെ കയ്യിൽ ഏതെല്ലാം ആയുധങ്ങളുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ കരത്തിൽ ഏതെല്ലാം സൗകര്യങ്ങളും മാധ്യമങ്ങളും ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ രാത്രി വിശ്വസിക്കണം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് ദൈവജനത്തോട് ദൈവം പറയുമ്പോ അവന്റെ ഉറപ്പിതാണ്, നിങ്ങളെ കാണാത്തത് കാണാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുകയാ. നിങ്ങൾ ഇതുവരെ വിശ്വസിക്കാതെ ചിലത് നിങ്ങളുടെ കൈകളിലേക്ക് എറിഞ്ഞു തരാൻ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. വിശ്വസിക്കണം പ്രിയരെ. അവൻ എനിക്കൊരു വഴി ഒരുക്കും. ദൈവം ഒരു വഴി ഒരുക്കും. ഇനി വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒടുവിൽ ദൈവം അവരോട് പറഞ്ഞത്, മുന്നോട്ട് പോവാം. 11-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, മാർച്ച് ഫോർവേഡ്, മുന്നോട്ട് പോവാ. പുറകോട്ട് പോകാൻ വഴിയില്ല, ശരിയാ. രണ്ടു വശത്തേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം, മുമ്പോട്ട് പോവാം. ഇവര് കുടുങ്ങിക്കിടക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു ഡെഡ് എൻഡ് ദൈവം അവരെ കൊണ്ടുപോയി പാളയം ഇറക്കിയിട്ട് ഇപ്പൊ ദൈവം അവരോട് പറയുന്ന മുന്നോട്ട് പോവാനാ. എന്തേ ദൈവം അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഡെഡ് എൻഡിൽ എത്തിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പേരുവഴി ഒരുക്കുന്നത് നീ കാണേണ്ടതിന് നിന്നെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഒരു ചെങ്കടലിന്റെ അരികെയാ. ഇന്ന് രാത്രി ദൈവമക്കൾ ഇത് തിരിച്ചറിയണം. മറികടക്കാൻ കഴിയാത്ത ചെങ്കടലിന് മുമ്പിൽ വന്ന് അയ്യോ ഞാൻ പെട്ടുപോയല്ലോ എന്നൊക്കെ ദൈവത്തോട് പരാതി പറയുന്നുണ്ടെങ്കിൽ ഈ രാത്രി ദൈവമക്കൾ വിശ്വസിക്കണം. ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് ചെങ്കടലിനെ രണ്ടാക്കി പിരിച്ച് അതിനകത്തൊരു സൂപ്പർ ഹൈവേ വെട്ടിത്തരാൻ ഇന്ന് രാത്രി കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയണം. എന്താ ഇതിനെ ഡെഡ് എൻഡിൽ എത്തിച്ചെന്നറിയാമോ? നീ കാണാത്തൊരു വഴി എന്റെ ദൈവത്തിന് തുറക്കാനുണ്ട്. അതിന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കാൻ അത് ഇവിടെ കൊണ്ടുവന്നേ. ദൈവത്തിനൊരു വഴി തുറക്കാനുണ്ടെന്ന്. സ്തോത്രം. ദൈവത്തിനൊരു വഴി തുറക്കാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നൊരു വഴിയല്ല, നമ്മളെ കണ്ടിട്ടുള്ളൊരു വഴിയല്ല, നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പെരുവഴി തുറക്കാൻ നിന്നെ ഈ ഡെഡ് എൻഡിൽ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുക. വശത്തേക്ക് പോകാനാവില്ല, പിന്നോട്ട് ഓടാനാവില്ല, നിനക്ക് മുന്നോട്ട് പോകാനാവില്ല. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇന്ന് രാത്രി ദൈവമക്കളെ വിശ്വസിക്കണം. ദൈവത്തിനൊരു പെരുവഴി ഒരുക്കാൻ കഴിയും. ഇന്ന് രാത്രി ആലയത്തിന് വന്നിരിക്കുമ്പോ ഒരുപക്ഷെ മനസ്സിന്റെ ഭാരം ഇതാകാം, വഴി മുഴുവൻ അടഞ്ഞു പോയല്ലോ എന്നാണെങ്കിൽ ഈ രാത്രി ദൈവമക്കളെ വിശ്വസിക്ക്, അവനൊരു പെരുവഴി തുറക്കാൻ പറ്റും. ഒരു വഴി ദൈവത്തിന് തുറക്കാൻ പറ്റും. ഡെഡ് എൻഡിനും ഒരു റീസൺ ഉണ്ടെന്ന് പറയേണ്ടതിനാ ഞാൻ ഇന്ന് രാത്രി അത്രയും ദൈവമക്കളെ ഓർപ്പിച്ചത്. ദൈവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഗാഡ് സ്പെഷ്യലൈസസ് ഇൻ ഇംപോസിബിലിറ്റീസ് എന്ന. ദൈവം സ്പെഷ്യലൈസ് ചെയ്യുന്നത് സാധാരണ കാര്യങ്ങളിലല്ല. ദൈവത്തിന്റെ സ്പെഷ്യലൈസേഷൻ മുഴുവൻ അസാധ്യങ്ങളില്ല. ഇന്ന് രാത്രി എനിക്ക് നിനക്കും അസാധ്യമായത് എൻ്റെ ദൈവം ഓൾറെഡി സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഈ രാത്രി ദൈവമക്കൾ അതിന് സ്തോത്രം പറയാൻ പറ്റുമോ? എൻ്റെ അസാധ്യങ്ങൾ എൻ്റെ ദൈവത്തിന് അസാധ്യങ്ങളല്ല. അവൻ്റെ നിഘണ്ടുവിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ഇന്ന് രാത്രി ഏത് ഭാരമാണെങ്കിലും ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുന്നല്ലോ എന്ന് ദൈവത്തോട് കരയുന്ന സമയമാണെങ്കിലും ഈ രാത്രി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ആലയത്തിൽ വിളിച്ചു പറയട്ടെ, അവനൊരു സൂപ്പർ ഹൈവേ നിനക്ക് വേണ്ടി മാത്രമായി ഇന്ന് രാത്രി തുറക്കാൻ അധികാരമുള്ള ഒരു ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ പറയണം, ഇല്ല മിണ്ടാതിരുന്ന് ഞാൻ എൻ്റെ ദൈവശക്തി ഇന്ന് രാത്രി അറിയാൻ എൻ്റെ മനസ്സൊരുക്കുകയാ. അവനൊരു വഴി തുറക്കാൻ പറ്റും. ഡെഡ് എൻഡ് അവസാനമല്ലെന്നാ ഞാൻ പറഞ്ഞേ. ഡെഡ് എൻഡ് ഇസ് നോട്ട് ദ എൻഡ്. ഡെഡ് എൻഡ് അവസാനമല്ല. ദൈവത്തിന്റെ പദ്ധതി ടു ഓപ്പൺ എ ന്യൂ റോഡ്, ഒരു പുതിയ വഴി ഉറക്കാനാ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം തീരുന്നല്ലോ. മൂന്നാമത്തെ ചിന്ത 15-ാം അധ്യായത്തിലാണ്. 22-ാമത്തെ വാക്യം മുതൽ 22 മുതൽ 25 വരെ. ഇത് നമ്മള് മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് there is a dry hole എന്നാണ് ഞാൻ പറഞ്ഞു.
എന്ന് വെച്ചാൽ വെള്ളം ഇല്ലാത്തൊരു മരുഭൂമി, എവിടെ ചെന്നാലും വെള്ളമില്ല. അവർ ഇത്രയും കാലം ഇങ്ങനെ നടന്ന് വന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വന്നിരിക്കുന്ന മാറയുടെ അനുഭവം. മാറയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവിടെ വെള്ളമില്ല, മരുഭൂമി വെള്ളമില്ല. മരുഭൂമിയിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാരം. ഇത്ര വലിയ ജനക്കൂട്ടമാണെന്ന് അറിയണം. പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ ഈ മരുഭൂമിയിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. വെള്ളമില്ല. പക്ഷെ ഒരു കാര്യം, ഈ വെള്ളം ഇല്ലെന്ന് പറയുക മാത്രമല്ല, കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ വെള്ളം കണ്ടു, പക്ഷെ കുടിക്കാൻ പറ്റില്ല. വെള്ളമുണ്ട്, കുടിക്കാൻ എന്റെ അവസ്ഥയാണെന്ന് പറയുന്നത്. ഇത്രയും നേരം വന്നപ്പോ വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി ഓടി നടന്നവര് വന്ന് അവര് കണ്ട വെള്ളം കുടിക്കാൻ നോക്കിയപ്പോ കുടിക്കാൻ പറ്റില്ല, കയ്പ. അവര് മാറയെന്നൊക്കെ അതിന് പേരിട്ടെ. എന്താ ദൈവം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേ? എന്തുകൊണ്ട് ദൈവം ഒരു ഡ്രൈ ഹോളിന്റെ അവസ്ഥയിലേക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ദൈവം എത്തിച്ചത്? മൂന്നാമത്തെ റീസൺ, ദൈവത്തിന് എല്ലാറ്റിനും പദ്ധതിയുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു. മൂന്നാമത്തെ റീസൺ, യു ഹാവ് ടു ഓപ്പൺ യുവർ ഐസ് ടു സീ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ നിങ്ങൾ കാണാത്തത് കൊണ്ട് അത് കാണേണ്ടതിന് ദൈവം അവിടെ എത്തിച്ചതാ. ഞാനതിനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് വിടുകയാ. അവിടെ അവര് ഇസ്രായേൽ ജനം മോശയ്ക്ക് വിരോധമായി, ദൈവത്തിന് വിരോധമായി ഒക്കെ പിറുപിറുക്കുന്നതായിട്ടാണ് കാണുന്നത്. പിറുപിറുക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. 15-ാം അധ്യായം മുഴുവൻ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് ഓർത്ത് ദൈവത്തെ ആരാധിച്ച, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച അധ്യായമാണ് 15-ാമത്തെ അധ്യായം. പക്ഷെ 15-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ആരാധന കഴിഞ്ഞു. ഇപ്പൊ ആരാധനയല്ല. ഇത്ര നേരം ആരാധന നടത്തി 3 ദിവസമേ ആയുള്ളൂ ചെങ്കടൽ കടന്നിട്ട്. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കേവലം 3 ദിവസമേ ആയുള്ളൂ ചെങ്കടൽ കടന്നിട്ട്. ഇത്ര നേരം ആരാധിച്ചു വന്ന ജനം ഇപ്പൊ പിറുപിറുക്കുക. ആരാധന മാറ്റി പിറുപിറുപ്പ. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അവ പിറുപിറുക്കുന്ന ഈ ജനം ദൈവത്തിന്റെ പ്രൊവിഷൻ കണ്ടില്ല. എന്താ ഇവരെ ഈ ഡ്രൈ ഹോളിലേക്ക് ദൈവം എത്തിച്ചേ? മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം ഒരു പ്രൊവിഷൻ ഒരുക്കി വെച്ചത് ഇവരെ കണ്ടില്ലെന്നേ ഉള്ളൂ. നിന്റെ ആശയം മുഴുവൻ നീ ദൈവത്തിൽ വെച്ചാൽ മാറയെപ്പോലും മധുരമാക്കാൻ കഴിയുന്നവനാ നിന്റെ വിളിച്ചിറക്കിയ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഒരു കയ്പ്, നിന്റെ ഒരു കയ്പ് അല്ലെങ്കിൽ ഒരു ഉറവ് വറ്റിപ്പോയൊരവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചെന്നുള്ളേ ഉള്ളൂ. നമ്മളിവിടെ വായിക്കുന്ന ആ വാക്യം ഇങ്ങനെയാണ്. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വായിച്ച വാക്യം 20. അല്ല, ഈ വൃക്ഷം കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായി വന്നതൊന്നും അല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നൊരു വൃക്ഷമല്ലേ. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, അതിൻ്റെ ഒരു കമ്പ് വെട്ടി ഈ വെള്ളത്തിലേക്ക് ഇട. വെള്ളത്തിലേക്ക് ഇട്ട മാത്രയിൽ വെള്ളം മധുരമായി മാറി. ഇത്രയും നേരം കയ്പായിരുന്നു. പക്ഷെ ഇപ്പൊ വെള്ളത്തിന്റെ കയ്പ് മാറി, വെള്ളം മധുരമായി മാറി. ഏത് മാറയും മധുരമാക്കി മാറ്റാൻ കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ മതി പ്രിയരെ. ഇന്ന് രാത്രി ദൈവമക്കൾ ഇത് തിരിച്ചറിയണം. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ പ്രൊവിഷൻ അവൻ കണ്ടു കഴിഞ്ഞപ്പോ മാറയ ദൈവം മധുരമാക്കി മാറ്റി. വെറുതെ അല്ല സ്വർഗത്തിലെ ദൈവം ചില ഡ്രൈ ഹോളുകൾ നമുക്ക് തരുന്നത് മാറയം മധുരമാക്കാൻ വേണ്ടിയാണെന്ന് ഇന്ന് രാത്രി ദൈവത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഏത് കയ്പേറിയ അനുഭവമാണെങ്കിലും ആ കയ്പിനെ മധുരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവം ഒരുക്കുന്ന പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. അവൻ മാറയെ അവർക്ക് മധുരമാക്കി കൊടുത്തെന്ന. ഇനി അതിന്റെ ഒടുവിലത്തെ വാക്യോടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാനാ പോയി. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞ 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അതിന്റെ 26-ാമത്തെ വാക്യം.
പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മിസ്രൈമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും നിങ്ങൾക്ക് വരില്ല. അടുത്ത വാക്യം, ദൈവം ഒരു ഉടമ്പടി കൂടെ ചെയ്തു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. നീ പേടിക്കണ്ട, മരുഭൂമിയിലൂടെ നീ പോവല്ലേ, പേടിക്കണ്ട. കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പേടിക്കണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഇന്ന് രാത്രി മധുരമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, കണ്ണുനീര് കയ്പുള്ളവരായി കരയുന്ന ജീവിതത്തിലെ അനുഭവങ്ങളിൽ കണ്ണുനീരിനെ മാറ്റി മാധുര്യമളി അനുഭവങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കർത്താവ് തന്റെ ദാസന്മാരോട് പറയുന്ന പദം ശ്രദ്ധിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി അത് വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം പറയും. എന്റെ ഡോക്ടർ അല്ല, എന്റെ മെഡിക്കൽ സയൻസ് അല്ല, എന്നെ ഞാൻ കാണുന്ന എന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അല്ല, എന്റെ മെഡിക്കൽ വൈദഗ്ധ്യമല്ല, ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ അല്ല. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് രാത്രി അത് കർത്താവിന്റെ ഒരു വാഗ്ദത്തമായിട്ട് ഐസിയ ജനത്തോട് പറയുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാനായി പോകുക. ആ വാക്യം 15-ാം അധ്യായം 27-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇതൊക്കെ അവരനുഭവിച്ചെങ്കിലും ഡ്രൈ ഹോളൊക്കെ ആണെങ്കിലും ദൈവം അവരെ പിന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? 12 നീരുറവകളും 70 ഈത്തപ്പനകളും. ഇതുവരെ എത്തിയതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്തേക്ക് ദൈവരെ നയിക്കാൻ ആരംഭിക്കുക. കണ്ടത് മുഴുവൻ ഡെഡ് എൻഡുകളാണെങ്കിലും, കണ്ടത് മുഴുവൻ മാറയുടെ അനുഭവമാണെങ്കിലും അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചില്ല. നീരുറവകളുള്ളൊരു ദേശത്തേക്ക്, ഈത്തപ്പനകളുള്ളൊരു ദേശത്തേക്ക് ദൈവരെ നയിച്ചു കൊണ്ടുപോകാൻ തയ്യാറായതിൻ്റെ കാരണം അവരൊരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കണം, അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവം ഒരിക്കലും അവരെ കൈവിടുന്ന ദൈവമല്ലെന്ന് പറയാനാ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ എന്താണെങ്കിലും ദൈവസന്നിധിയിൽ വിശ്വസിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഡീറ്റൂർ ഉണ്ടെങ്കിലും, ജീവിതത്തിൽ ഡെഡ് എൻഡുകൾ ഉണ്ടെങ്കിലും, ജീവിതത്തിൽ ഡ്രൈ ഹോളുകൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരുമിച്ച് പറയാൻ പറ്റുമോ? He is a faithful God. അവൻ വിശ്വസ്തനായ ദൈവമാണ്. എൻ്റെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലും എൻ്റെ കരം പിടിക്കാൻ കഴിയുന്ന വിശ്വസ്തനായ ഒരു ദൈവം ഇന്ന് രാത്രി എനിക്കുണ്ട്. He is a faithful God. ഹല്ലേലൂയ. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര്, ഹൃദയത്തിന്റെ ഭാരങ്ങൾ വഹിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് ചിന്തിക്കുന്ന ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, ഒരാൾ പോലും മുഖം തിരിഞ്ഞ് കാണാതെ പലപ്പോഴും തള്ളി മാറ്റിവിടുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി അതൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവിന് കൈമാറാൻ ഒരു ദൂതുണ്ട്. നിന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. യേശുവിന്റെ കരം ഇന്ന് രാത്രി നമ്മെ പിടിച്ചിട്ടുണ്ടെന്ന് മറക്കല്ലേ. അവൻ ഒരിക്കലും മറക്കു കളയുന്ന ദൈവമല്ല. ഈ രാത്രി നമുക്ക് ദൈവത്തിന്റെ കരം ഒന്ന് മുറുകെ പിടിക്കാൻ പ്രിയരെ. വഴിതിരിച്ചു വിടുമ്പോൾ, ഡെഡ് എൻഡിലെത്തി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ എല്ലാ ഉറവകളും വറ്റിപ്പോകുമ്പോൾ ഇന്ന് രാത്രി പറയണം, ദൈവത്തിന് എല്ലാറ്റിനും ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എല്ലാറ്റിനും ഒരു പദ്ധതിയുണ്ട്. എനിക്കത് കാണാൻ പറ്റുന്നില്ലതേ ഉള്ളൂ, പക്ഷെ എല്ലാറ്റിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി കർത്താവേ, അത് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ അടയ്ക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ 1ാമത്തെ രാത്രിയാണ് നമ്മൾ വന്നത്. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. നമ്മളൊരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്നതല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി വന്നതല്ലേ. ഇന്ന് രാത്രി കർത്താവേ, നീ എനിക്ക് ഏത് വഴി തന്നാലും അതങ്ങയുടെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണം. ഇന്ന് രാത്രി ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ ദൈവമക്കളും പറയണം, കർത്താവേ,
അങ്ങനെ വഴി നടത്തുന്നതിൽ അങ്ങക്ക് തെറ്റ് പറ്റില്ലെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കൃപ തരണമേ. സ്തോത്രം. ജീവിതത്തിലെ നിരാശകളുടെ മധ്യത്തിലും ആശ്വാസം പകരാൻ കഴിയുന്ന ദൈവം അവിടെ തന്നെ. നമുക്ക് കർത്താവിനെ ഇന്ന് രാത്രി വിശ്വസിക്കാം.